വയലൻസ് എന്നുള്ളൊരു ജോൺറയ്ക്ക് ശേഷം മലയാളത്തിൽ ഇനി ഒരുപാട് സാധ്യതയുള്ളൊരു ജോൺറയാണ് ഈ ഡാർക്ക് ഹ്യൂമർ. നേരത്തെ അങ്ങനെ പല സിനിമകളും വന്നിരുന്നുവെങ്കിലും ആ ഒരു സാധനം മലയാളികൾ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് ലൈക്ക് മലയാളീസ് അത്തരത്തിലുള്ളൊരു ജോൺറ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് വളരെ ക്രേസി ആയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കുക, വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു ഫിലിം അപ്രോച്ച്, സെയിം ടൈം അതിലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ട് കണക്ക് പോകുന്നതുകൊണ്ട് തന്നെ അതിലൊരു രസമുണ്ട്. ഒരു കട്ട വയലൻസ് കണ്ടാലും നമുക്ക് അതിനിടയിൽ ചിരിക്കാൻ ഒരുപാട് വകയുണ്ടാവും. സോ മരണമാസ്, അപ്പോൾ ഈ മൂവി എനിക്ക് വർക്കായി. ഡയറക്ടർ ശിവപ്രസാദ്, റൈറ്റേഴ്സ് ശിവപ്രസാദ്, സിജു സണ്ണി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൈറ്റിങ്ങിന്. എന്തായാലും സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് പോലെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ ഇതിൻ്റെ ക്യാമറ ആംഗിൾസിൻ്റെ സിനിമാറ്റോഗ്രഫി, അതായത് ഇത്തരത്തിലുള്ളൊരു ജോൺറെ വർക്കൗട്ട് ആക്കി എടുക്കുന്നതിലൊരു വലിയ റോള് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്, സിനിമാറ്റോഗ്രഫിക്കുണ്ട്, പിന്നെ എഡിറ്റിംഗ് കട്ട്സിനുണ്ട്, പിന്നെ എല്ലാത്തിനും ഉപരി BGM-നും ഉണ്ട്. അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡ്സ് എല്ലാം കൂടെ അങ്ങ് സിങ്ക് ആകുമ്പോൾ പിന്നെ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ലിഫ്റ്റുണ്ട്. അത് ഈ സിനിമയ്ക്ക് 100% കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ്, സിജു സണ്ണി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിനകത്ത് കോമഡി എലിമെൻറ്റ്സ് അത്രയും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നാണ്. സുരേഷ് കൃഷ്ണ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺവിൻസിങ് അപ്രോച്ചിനെ ഇതിനകത്ത് മാക്സിമം പിടിച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് ഹാർഡ് കോർ വയലൻസ് സിറ്റുവേഷനിൽ എത്തുമ്പോഴും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നുള്ള ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. രാജേഷ് മാധവൻ അദ്ദേഹമാണ് ഇതിനകത്തുള്ള വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വയലൻസ് സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാർഡ് കോറായിട്ട് അത് നമ്മൾ കൺവിൻസിങ് ആവും, പക്ഷെ എവിടെയൊക്കെ നമുക്കൊരു കോമഡിയും കൂടെ ഫീൽ ചെയ്യും. പിന്നെ ജോമോൻ ജ്യോതിർ അടിപൊളിയായിരുന്നു. ആളിനിപ്പോൾ ഒരു നല്ല ഫുൾ ത്രോട്ടിൽ സിനിമാസ് കിട്ടുന്നില്ല, ബട്ട് നൈസായിരുന്നു ഇതിനകത്ത്. ചെമ്മൻ ചാക്കോൺ എഡിറ്റിങ്, കമ്പോസർ ജയ് ഉണ്ണിത്താന, നീരജ് രവി സിനിമാറ്റോഗ്രാഫർ, സുബിൻ ജേക്കബ് മ്യൂസിക് പ്രൊഡ്യൂസർ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാ? ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആയത് നമ്മുടെ മാർക്ക് ആൻ്റണിയാണ്. മാർക്ക് ആൻ്റണി സെയിം ജോൺറ ആയതുകൊണ്ടാണ്. എന്നാൽ മാർക്ക് ആൻ്റണിയിലൊരു അമ്മ മകൻ കണക്ഷൻ, ഒരു പാസം അതിനകത്ത് അങ്ങനെ നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്തൊരു അച്ഛൻ മകൻ പാസം, അത് ഈ പറയുന്ന ആ ഒരു ഹൈ ടെമ്പോയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ സാധനം കൊണ്ടങ്ങനെ ഡ്രാഗ് ആവും. അതൊക്കെ നന്നായിട്ട് സിനിമയ്ക്കകത്ത് നല്ല സിങ്കായിട്ടത് വർക്കായിട്ടുണ്ട്. ഇത്രയും ഹൈ ത്രോട്ട്ലിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് പെട്ടെന്നൊരു ഇമോഷണൽ സാധനം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് സിനിമ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ അങ്ങനെ അതിനെ ആ സീൻസിനെയൊക്കെ നന്നായിട്ട് എലിവേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് മൂവിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. സോ അൾട്ടിമേറ്റ്ലി ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. എന്നിലെ പ്രേക്ഷകനെ 100% സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സെയിം ജോൺറയിൽ വേറൊരു സിനിമ വന്നിട്ടുണ്ട്, ഗുഡ് അഗ്ലി ബാഡ്. അത് മാർക്ക് ആൻ്റണിയുടെ ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് നാളെ തന്നെ കാണണം. കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.